ക്രിയാമാർഗോപദേശം കേൾക്കണീയെങ്കിൽ മുൽപൂജാവിധാനത്തിലോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തി മാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമെടോ. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കനാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അർപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധതമായി ചെയ്യുക സങ്കൽപ്പമാദിയേ. ആചാര്യനായതു താനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്ഥാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചിതൊക്കെ ലഭിക്കൂ മറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്കാം ഹവിസ്സുകൊണ്ടാദരാൽ അക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാ ലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുട മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്ത്യൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രദാനാർത്ഥമായും മധുവർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിദുജ്വലാം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയാൻ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും
അർഘ്യം തഥാ മധുപർക്കമിത്താദ്യൈ പുനഃസ്നാന വസ്ത്രാദിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും